ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമർത്ഥരായ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന എക്സാമാണ് ജെഇ മെയിൻ എക്സാം. അപ്പോൾ ഈ വർഷത്തെ ജെഇ മെയിൻ ആദ്യ സെഷൻ പരീക്ഷയിൽ മികച്ച ഒരു പെർസെന്റേജ് സ്കോർ കരസ്ഥമാക്കി നല്ലൊരു നേട്ടം കൈവരിച്ചിട്ടുള്ള രോഹനാണ് എനിക്കിപ്പോൾ ഉള്ളത്. അപ്പൊ രോഹൻ എറണാകുളം സ്വദേശിയാണ് അല്ലെ? +1 +2 പഠനത്തോടൊപ്പമായിരുന്നു രോഹന്റെ എൻട്രൻസിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. മോനെ, അപ്പോ നല്ലൊരു സ്കോർ കിട്ടി. അപ്പോ എന്ത് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? അത്യാവശ്യം നല്ലൊരു ഹാപ്പി ഫീലിംഗ് തന്നെയാണ് എനിക്കുള്ളത്. നല്ല സ്കോർ കിട്ടിയതിന് നല്ല സന്തോഷം. ഒത്തിരി നാളത്തെ ഒരു പ്രയത്നമായിരുന്നു, പ്രത്യേകിച്ച് ഒത്തിരി പരീക്ഷകൾ എഴുതി, ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, ഒത്തിരി പുസ്തകങ്ങൾ പഠിച്ചു. അപ്പോൾ അതിന്റെ എല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്തിയിട്ടുണ്ടാവും. ഒരു ഇത് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നെയുണ്ട്. ജെഇ അഡ്വാൻസിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ് അല്ലെ? അപ്പോ രോഹന്റെ ഫാദർ കൂടിയിട്ടുണ്ട്, ഫാദറിനോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു എല്ലാവരും റിസൾട്ട് ഒക്കെ ഇത്ര നല്ല സ്കോർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ? നല്ല അധികം സ്കോർ ആണല്ലോ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. മോന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി തൊട്ടുള്ള? ഞാൻ ആദ്യം ഭവൻസ് വരുന്ന സ്കൂളിലായിരുന്നു. പിന്നെ ഇപ്പോൾ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചത്. ഇപ്പോൾ 11ഉം 12ഉം ഞാൻ ഇവിടെ നൈപുണ്യ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു മോനെ ഈ ഒരു +1 +2 പഠനത്തോടൊപ്പം തന്നെയുള്ള ഒരു എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ? അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ പോയായിരുന്നു എല്ലാം. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു. കൂടുതലും എങ്ങനെയായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അതായത് ഒരു ടൈം ടേബിൾ ഒക്കെ വെച്ചിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു? മോസ്റ്റ്ലി അഡ്വാൻസിന് വേണ്ടിയിട്ടായിരുന്നു സ്റ്റാർട്ടിങ് ഉള്ള പഠിത്തം. പിന്നെ മെയിൻസിന് അടുത്തോട്ട് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് ആണ് പഠിച്ച് വന്നത്. ബ്രില്യൻ്റ് ആയിരുന്ന ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, നോട്ട്സ് അതെല്ലാം വെച്ചിട്ട് തന്നെ ടെസ്റ്റിന്റെ ഷെഡ്യൂൾ പോലെ തന്നെ പഠിച്ചങ്ങ് പോയത്. എക്സാംസ് ഒക്കെ ഒത്തിരി ഒരു ഹെൽപ്പ് കിട്ടി, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഗുണം ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? അത്യാവശ്യം നല്ല ഗുണം തന്നെ ഉണ്ടായി. ഒരു സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി ഡിഫിക്കൽട്ടി കൂട്ടിയിട്ടാണ് ഇട്ട്. അത് തന്നെയാണ് ഈ വർഷം അവര് NTR റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്തത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്കുള്ള ഒരു ആഗ്രഹം, അപ്പോൾ മോനെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു എഞ്ചിനീയർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അങ്ങനെ പണ്ടോട്ടെ ഈ ഫീൽഡിലത്തെ സാധനങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, മെക്കാനിക്കൽ, അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ എനിക്ക് പണ്ടോട്ടെ ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യം. മാത്സിനോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? മാത്സ്, സയൻസ് ഇത്തിരി കൂടി താല്പര്യം. മാത്സും താല്പര്യം. സബ്ജക്ട് ഏതാണ്? സയൻസ് തന്നെ. സയൻസിൽ ഏതായിരുന്നു? സയൻസിൽ ഫിസിക്സ് ആണ് കൂടുതൽ ഇഷ്ടമാണ്. കൂടുതലും ഇങ്ങനെ ഫിസിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക, അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാനൊക്കെ ആയിരുന്നു താല്പര്യം. അപ്പോൾ ഇനി ജെഇ അഡ്വാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അതിൽ ഒത്തിരി പരീക്ഷകൾ ഇനി വരാനുണ്ടല്ലോ. ടീമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്നുണ്ടല്ലോ. മെയിൻ ഫോക്കസ് ജെഇ അഡ്വാൻസ് തന്നെയാണ്. അപ്പോൾ മോന്റെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു ക്യാമ്പസ് എന്ന് പറയാനായിട്ട് മനസ്സിലൊരു IIT ഉണ്ടാവുമല്ലോ? IIT മദ്രാസ് തന്നെയാണ്. ഏതെങ്കിലും ബ്രാഞ്ച് അല്ലെ ഏത് കോഴ്സ് അതൊക്കെ ഉണ്ടോ? കമ്പ്യൂട്ടർ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിലും താല്പര്യമുള്ള ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു IIT തന്നെ, ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള IIT മദ്രാസിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പോൾ രോഹന്റെ ഫാദർ ഉണ്ട്. സാറിന്റെ പേര്? സച്ചിൻ. സാർ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ IT എംപ്ലോയി ആണ്. IT സോഫ്റ്റ്വെയർ ആർക്കിടെക്ട് ഇവിടെ ഇൻഫോ പാർക്കിലാണ് UST എന്ന കമ്പനിയിലാണ്. അപ്പോൾ രോഹനെ കൂടാതെ വേറെ? രോഹൻ ഒരു യങ്ങർ ബ്രദറും കൂടിയാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 4ാണ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താ തോന്നുന്നത്, ഈ ഒരു നല്ലൊരു വിജയം മോന് കിട്ടി, അഡ്വാൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മുമ്പോട്ട് പോകണം, അതോടൊപ്പം തന്നെ ഇപ്പം ജെഇ മെയിൻ നല്ലൊരു ആരംഭമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അതേ ഇത് തന്നെ അഡ്വാൻസിന് കിട്ടട്ടെ. അപ്പൊ എങ്ങനെയാ മോൻ ചെറുപ്പം മുതലേ പഠനത്തിന്റെ ഒക്കെ കാര്യത്തിൽ സ്വന്തമായി സമയമൊക്കെ കണ്ടെത്തി അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയായിരുന്നു? അതെ. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ പഠനത്തിന്റെ കാര്യത്തിൽ അധികം ഒരു സ്ട്രിക്ട്നെസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. കാരണം നേരത്തെ രോഹൻ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം ആ ഒരു സയൻസിനോടുള്ള ഒരു താല്പര്യം ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു. ഞാനും എന്റെ വൈഫും ആക്ച്വലി സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരാണ്. മേ ബി അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമായിരിക്കാം രോഹന്റെ കേസിൽ. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അപ്പം മോന്റെ ഫേവറേറ്റ് IIT എന്ന് പറയുന്നത് IIT മദ്രാസ് ആണ്. അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അല്ലേ? അപ്പൊ താങ്ക് യു സാർ. അപ്പൊ അതുപോലെ തന്നെ മോൻ ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് നേരുകയാണ്. നല്ലൊരു മാർക്ക് കിട്ടട്ടെ കേട്ടോ. Brilliant Study Center, India's #1 coaching center for NEET and JEE.